മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ശൈത്യ എല്ലാവരോടും ചോദിക്കുകയാണ്, ഞാൻ നിങ്ങളുടെ അടുത്ത് ആരെടുത്തെങ്കിലും അനുമോളുടെ കുറ്റം വന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഞങ്ങളുടെ അടുത്ത് ആരെടുത്തും പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നുണ്ട്. പുതിയ വൈൽഡ് കാർഡുകളെല്ലാം വന്ന് ഞാൻ അനുമോളുടെ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. അതേപോലെ തന്നെ അപ്പോഴേക്കും ആര്യനിടയിൽ കയറി പറയുന്നുണ്ട്, നിന്നെ കട്ടപ്പാന്ന് അവർ പറഞ്ഞില്ലേ, പിന്നീന്ന് കുത്തുന്ന കട്ടപ്പ. ആദ്യം ചോദിക്കുന്നുണ്ട് ആരോടെങ്കിലും ഞാൻ പറഞ്ഞു എന്ന്. അത് പറഞ്ഞിട്ടില്ല. പക്ഷെ ആര്യനറിയാം കട്ടപ്പ എന്നുള്ള പേര് നമ്മുടെ ശൈത്യക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് അങ്ങനെ ഞാൻ അനുമോളുടെ പിന്നിൽ നിന്ന് കുത്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്കങ്ങനെ ഫ്രണ്ട്സൊന്നും ഒട്ടും ഇല്ലാത്ത ആളാണ് ഞാനൊരു സെലക്റ്റീവാണ്. എങ്ങനെയോ ഞാൻ ഇവളും കണക്റ്റായി, ബെഡ് മാറി കിടന്നപ്പോൾ കണക്റ്റ് ആയതാണ്. പിന്നെ ഇവളുടെ കൂടെ കൂടി. ഇപ്പോൾ എന്നെ ആവശ്യമില്ല, ഇപ്പോൾ അവൾ എന്നോട് സംസാരിക്കാറൊന്നുമില്ല. ഇന്നലെ തന്നെ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ നിന്നോടല്ല ആതിരേനോടാണ് സംസാരിക്കുന്നതെന്ന് പറഞ്ഞാൽ ആതിരേനോട് സംസാരിക്കുന്നുണ്ട്. മസ്താനിയൊക്കെ പറയുന്നുണ്ടായിരുന്നു ശൈത്യനോട് ഒരു കാര്യവും പറയണ്ട, കാരണം ശൈത്യ തന്നെയാണ് ഈ ഒരു ആര്യൻ്റെ വിഷയം അനുമോൾ പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അനുമോളുടെ അടുത്ത് ആദ്യം പറഞ്ഞത് ശൈത്യമാണ്, ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ ബിഗ് ബോസ് വീട്ടിൽ നടക്കുന്നുണ്ടെന്ന്. അതേ ആൾ തന്നെ ആര്യൻ്റെ അടുത്ത് പോയി പറഞ്ഞിരിക്കുക, ആരോടും പറയരുത്, സത്യം വരെ ചെയ്യിപ്പിച്ചിട്ട് അനുമോൾ ഇങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് വലിയൊരു പ്രശ്നമാക്കുന്ന ആളാണ് ശൈത്യ. ബിന്നി ചോദിക്കുന്നുണ്ട്, നീ അപ്പോൾ പണി വാങ്ങാൻ വേണ്ടിയിട്ടാണ് അവളെ ഫ്രണ്ടായി വെച്ചത്, നീ അല്ലാതെ അവളുടെ അടുത്തൊക്കെ ഫ്രണ്ട് ആവാൻ പോവോ? ബിന്നിക്ക് എന്താണെങ്കിലും അനുമോളെ ഒട്ടും ഇഷ്ടമല്ല, വൈൽഡ് കാർഡെല്ലാം അവളുടെ അടുത്തേക്ക് പോകുന്ന പോലും ഇല്ല എന്നാണ് ബിന്നി പറയുന്നത്. ശരത്തപ്പാണി പറയുന്നുണ്ട്, പുറത്തുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം ഇപ്പം എൻ്റെ അടുത്ത് വന്ന് ഭയങ്കര വർത്താനാണ്. ഫസ്റ്റത്തെ ആഴ്ച ഞാനും അവളും കൊണ്ടുപോയി, കാരണം ഞങ്ങളുടെ ജയിലിലുള്ള കാര്യങ്ങളെല്ലാം പുറത്ത് വൈറലായിട്ടുണ്ട്, അതെനിക്ക് മനസ്സിലായി. അത് മനസ്സിലാക്കിയത് കൊണ്ടാന്ന് തോന്നുന്നു അവളിപ്പോൾ എൻ്റെ അടുത്ത് വന്ന് ഭയങ്കര സംസാരം. ഞാൻ എവിടെ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിഞ്ഞാൽ ഓടി വന്നിട്ട് എന്നോട് വർത്താനം പറയുന്നത്. അവൾക്കറിയാം ഞാനൊരു ഫിലിം സ്റ്റാറൊക്കെ അല്ലേ, എനിക്ക് പുറത്ത് നല്ല ഇമേജാണ് ഉള്ളതെന്നാണ് അപ്പാനി ശരത്ത് പറയുന്നത്.